മാളിൽ ആണ് വന്നിരിക്കുന്നത്. ഏത് മാളാണെന്നൊന്നും അറിയില്ല, ഞങ്ങൾ പെട്ടെന്ന് വരുമായിരുന്നു. എന്തായാലും നല്ല ഭംഗിയുള്ളൊരു മാളാണ്. അകത്തേക്ക് പോയിട്ട് നോക്കാം ഒക്കെ എന്തൊക്കെയോ ഉള്ളത്. ഇവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്തോ? ഓ, ഇതൊക്കെ ബാറൊക്കെയാണോ? നമ്മുടെ ലണ്ടനല്ല, നീ ലണ്ടനിലായതുകൊണ്ട് എനിക്കിതൊക്കെ അത്ഭുതമാണ്. ബിക്കോസ് ഞാൻ കേരളയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് സെൻട്രൽ ലണ്ടനിലോട്ട് പോയാൽ എങ്ങനെ ഇരിക്കും ആ ഒരു ഇതുണ്ട്. കൂടുതലും റെസ്റ്റോറൻ്റ് ആണെന്നോണല്ലേ. പക്ഷെ ഇവിടുത്തെ ഈ ഡെക്കറേഷനൊക്കെ കൊള്ളാം. മരത്തിലൊക്കെ ഇങ്ങനെ പൂവൊക്കെ വെച്ചിട്ട് നല്ല. അവിടെ ഐസ്ക്രീംസ് എങ്ങനെ ഉണ്ടാക്കുന്നത് കടകൾ. കാണാൻ നല്ല ഭംഗിയുണ്ട്. For 300 baht ആണോ? ഈ മാളിൽ കയറിയപ്പോൾ നമ്മൾ ലണ്ടനിൽ സെൻട്രൽ ലണ്ടനിലൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ കുറച്ച് മാളുകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തേക്ക് ഒരു സെറ്റപ്പായിട്ടാണ് തോന്നി. പക്ഷേ ലണ്ടനിൽ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ വലിയ മാളാണ്, നല്ല അടിപൊളി മാളാണ്. നമ്മുടെ ഫാമിലി ഇങ്ങനത്തെ ഒരു സെറ്റപ്പ്, ഇങ്ങനത്തെ ഒരു മാൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഡ്രസ്സ് നോക്കാൻ വന്നതാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മളുടെ നാട്ടിലെ ട്രെൻഡ്സ് ആൻഡ് ബ്രാൻഡഡ്, അതിൻ്റെ ഏതോ ബ്രാൻഡഡ് ആണ്. 399 തായ് ബാത്ത് ആയിരിക്കും അല്ലേ, 490 തായ് ബാത്ത് ആയിരിക്കും സ്പെഷ്യൽ പ്രൈസ്. ഓ, ദേ ഇവിടെ ഉണ്ട് കേട്ടോ. അമ്മേ, ദേ ഇങ്ങനത്തെ വാങ്ങിക്കട്ടെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ദേ ഇങ്ങനത്തെ വാങ്ങാം ഓരോന്ന്. നിങ്ങൾ മാത്രം ഇവിടെ ഇത്രയും ഡ്രസ്സ് ഇട്ട് നടക്കണ ആൾക്കാർ. എത്ര നോക്കിയ വില? അപ്പം നല്ല വില ഉള്ളിരിക്കുന്നു. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്, ഇഷ്ടപ്പെട്ടു. ഇവിടെ എല്ലാം അങ്ങനത്തെ നമ്മൾ കേരളത്തിൽ ഡ്രസ്സ് ഇടുന്ന പോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നാണം, അയ്യോ ഞാൻ ഡ്രസ്സ് ഇട്ടത് കൂടിപ്പോയല്ലോ എന്നുള്ള ഒരു ഇതായി പോകും നമ്മൾ. ഇവിടെ എല്ലാവരും അങ്ങനെ നടക്കുന്നില്ല. അതിന് അങ്ങനെ പ്രത്യേകിച്ച് ആ ഒരു ഡ്രസ്സിങ് രീതി എന്ന് പറഞ്ഞ് അങ്ങനെ നോക്കരുത് അല്ലേ അച്ഛൻ. പെർഫെക്റ്റ്, എനിക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങളെടുത്തോ? ഉണ്ട് മാല, എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മളുടെ അവിടുത്തെ ഷോപ്പിംഗ് മോളൊക്കെ കുറച്ച് കൂടെ ഭയങ്കര അടിപൊളിയാക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ. അപ്പം നമുക്ക് പറ്റിയ ഡ്രസ്സുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് സ്പോട്ട് പിടിക്കാൻ പോവാണ്. എനിക്കിത് ആക്ച്വലി നമ്മളിപ്പോൾ മാളിൻ്റെ ഉള്ളിലാണോ പുറത്താണോ ഒന്നും മനസ്സിലാവുന്നില്ല. ഉള്ളിൽ തന്നെയാണല്ലേ. ഇവിടെ കിഡ്സിൻ്റെ സെക്ഷനാണ്. കിഡ്സിനുള്ള കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹായ്, നല്ല രസമുണ്ടല്ലോ, ചെറുക്ക് വെച്ച ഡ്രസ്സ്. അപ്പം നമ്മൾ വേറെ എവിടെ എത്തി? ഇതെന്താ? ഷൂസ്. ഓ, ഇതെന്തത് തിളങ്ങി നിൽക്കുക. ഓ, ഇത് കൊള്ളാട്ടോ. നോക്കിയേ, പോയിന്റഡ് ഹീൽസ് 999. ആ, സെറ്റ് കൊള്ളാം. ഇതും 999. സെയിൽ എന്തോ മന്തിൻ്റെ സെയിൽ അങ്ങനെ എന്തോ സംതിങ് ആണെന്ന് തോന്നുന്നു. മന്തിൻ്റെ ആ വഴിയിലല്ലോ, മന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തോ സ്പെഷ്യൽ റേറ്റ് ഇട്ട് വിൽക്കുന്നതാണോ? 3399 ക്രോക്സ്. ഇത് നോക്കിക്കേ എന്ത് രസമാണെന്ന്. ഒരു മാളിൻ്റെ ഉള്ളിൽ ഒരു ഇതാണ്, വെള്ളച്ചാട്ടവും ആ ഒരു സെറ്റപ്പാണ് നമ്മൾ ഈ കാണുന്നത്. അടിപൊളിയാണ്. നൈറ്റ് ഇവിടെ എന്തായാലും നിങ്ങൾ പോകണം, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി മാള് കുറേ നടന്ന് കാണാനും ഉണ്ട് കേട്ടോ. കുറേ സ്ഥലങ്ങളും ഷോപ്പിംഗ് സ്ഥലങ്ങളും ഫുഡും ഒക്കെ ആയിട്ട്
അടിപൊളിയാണ്. ഈ മാളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയൊരു മാർക്കറ്റ് സെറ്റപ്പും അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും വളരെ എക്സ്പെൻസീവായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. അപ്പം അങ്ങനെ കുട്ടികളുടെ ഡ്രസ്സുണ്ട്, വലിയവരുണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും കിട്ടും. നമുക്കൊരു സ്ട്രീറ്റിൽ വന്ന വൈബാണ് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. വാങ്ങി സൂക്ഷിക്കാൻ പറ്റിയ ഒരു പൂച്ച കിടന്നുറങ്ങുന്ന പോലെ ഉണ്ട്. ഒറിജിനൽ പൂച്ച, നല്ല രസമുണ്ടല്ലേ. ഇവിടെ പൂച്ചകൾ ഭയങ്കരമായിട്ട് കാണും എല്ലാവിടെയും. പൂച്ചക്കുട്ടികൾ ടീഷർട്ടിൽ വരെ പൂച്ചയുണ്ട്. ഇതിവിടെ ഫാൻസി സോപ്സ് ഉണ്ട്, നല്ല സ്മെല്ലുണ്ട്. മാങ്ങ ഭയങ്കര ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. കോക്കനട്ടിൻ്റെ സ്മെല്ലുണ്ട്. നോക്കട്ടെ. ആ ഗ്രേപ്പിൻ്റെ നല്ല സ്ട്രെസ് ഉണ്ട്. ഇതിനകത്ത് ചകിരി ഉണ്ട് കുളിക്കാനായിട്ട്. എല്ലാത്തിലും ഇങ്ങനത്തെ ചകിരിയാണ്. പിന്നെ ഇതാ ഇവിടെ എന്തൊക്കെയോ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. ദേ നാളെ വാലന്റൈൻസ് ഡേ ആണ്. രണ്ടുപേരും നിൽക്ക്. ലവ് ചിഹ്നം. നാളെ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് രണ്ടെണ്ണം അതേ ഫോട്ടോ എടുക്കാൻ നടക്കുവാണ്. റൊമാൻസ് പറഞ്ഞതാവും. അടുത്ത സെക്ഷനിലേക്ക്. ഇത് ഏതിലേ ഇപ്പം കറങ്ങി വരുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല. പക്ഷെ എവിടേക്കോ എത്തുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ പുറത്തിറങ്ങുമാവും. ഇതെവിടെ ഒരു മീൻ്റെ വല ഡ്രസ്സ്. ഇതെവിടെ മുകളിലോട്ട്. സൂപ്പർ. ഉണ്ട്. എന്ത് ചെയ്യാണോ, പക്ഷെ മുഖം അടക്കം ഉണ്ട്. ആ ഇത് താറാവാണ് തോന്നുന്നു. താറാവിൻ്റെ ആരോ ആണ്. എന്താ സംഭവം എന്നറിയില്ല. നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കണം. ഓക്കെ, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങനെ ഫുഡൊന്നും കഴിക്കാൻ തോന്നിയില്ലതല്ല, പക്ഷെ എല്ലാം അടച്ചു. അല്ല, ഇന്നെന്തോ പ്രത്യേകത ഉണ്ടെന്നാണ് പറയുന്നത്. ലൈക്ക് ഇന്നെന്തോ ഇവർക്ക് എന്തോ സ്പെഷ്യൽ ഡേ ആണ്, അതുകൊണ്ട് ഇവർ അടയ്ക്കുകയാണെന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോവാം സ്ട്രീറ്റ് ഫുഡിലേക്ക്. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുകയാണ്. റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ സ്ട്രീറ്റ് ഫുഡ് എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇറങ്ങിയേക്കുന്നത്. ഫുക്കറ്റിലെ നൈറ്റ് ലൈഫ് വേറെ ലെവലാണ് കേട്ടോ. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു 12 മണിക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓണാവും. അപ്പോൾ അതേ ഫുക്കറ്റിൽ രാത്രി നൈറ്റ് ലൈഫാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒക്കെ ഓണായി വരുന്നുള്ളൂ. പബ്ബിലൊക്കെ അതേ ഡാൻസും കൂത്തും നല്ല ഡ്രിങ്ക്സൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ സ്ട്രീറ്റിലേക്ക് വിട്ടു. സ്ട്രീറ്റിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് എന്നത് ട്രൈ ചെയ്യാൻ പോകുന്നത് ക്രോക്കഡൈലാണ്. ക്രോക്കഡൈൽ മീറ്റ് കുറേ ദിവസമായി ഇവർ ട്രൈ ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ക്രോക്കഡൈൽ മീറ്റും പിന്നെ ചിക്കൻ്റെ ഒരു ലിവർ ഹാർട്ടുമാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി കൊടുത്തത്. പിന്നെ ഈ കാണുന്നത് ജെല്ലി ഫിഷാണ്. അങ്ങനെ പല വെറൈറ്റീസുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ട്രൈ ചെയ്യുന്നത് ക്രോക്കഡൈലും പിന്നെ ഈ ചിക്കൻ്റെ ഹാർട്ടുമാണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ നമുക്ക് ഗ്രില്ല് ചെയ്ത് നല്ല സൂപ്പറാക്കി തന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തെങ്കിലും മൈക്ക് ഓണാക്കാൻ മറന്നുപോയി ഗൈസ്, സോറി. അപ്പോൾ അതേ ഞാൻ അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അതെ എനിക്ക് മുതൽ കഴിക്കാൻ അത്രയ്ക്ക് ധൈര്യമില്ല. എനിക്ക് എന്തോ ഒരു അറപ്പ് പോലെയൊക്കെ ആയിരുന്നു മുതൽ കഴിക്കാൻ. എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായില്ല. അപ്പം ഞാൻ എന്താ ചിക്കൻ്റെ ഹാർട്ടാണ് ഫസ്റ്റ് തന്നെ കഴിക്കുന്നത്. നല്ല ചൂടായിരുന്നു കേട്ടോ. ഇവർ ഗ്രില്ല് ചെയ്യുന്നത് പെട്ടെന്നാണ്. ഒരു 5-10 മിനിറ്റ് കൊണ്ടാണ് ഇവരിത് കുക്ക് ചെയ്ത് നമുക്ക് തരുന്നത്. എത്രത്തോളം അത് കുക്കാവുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഓക്കെയാണ്, നമുക്ക് ഇങ്ങനത്തെ ഒരു വൈബിൽ സെറ്റാണ്. അപ്പോൾ എൻ്റെ അനിയത്തി അവൾ ആദ്യം തന്നെ ക്രോക്കഡൈൽ കഴിച്ചു. അപ്പോൾ അവളുടെ അഭിപ്രായമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ആൾ പറയണത് എന്താണെന്ന് വെച്ചാൽ ഒരു ബീഫൊക്കെ കഴിക്കണ ആ ഒരു ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. ആൾക്ക് എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ല, ഇഷ്ടമായി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ പിന്നെ അമ്മ ട്രൈ ചെയ്തു. അമ്മയും ആ ഒരു അഭിപ്രായം തന്നെ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ നല്ല മുറുക്കമുള്ള ബീഫില്ലേ, അങ്ങനത്തെ ഒരു ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്, വേറൊരു ടേസ്റ്റൊന്നുമില്ല. പിന്നെ അതായത് നിഖിലേട്ടൻ കഴിക്കുന്നുണ്ട്. നിഖിലേട്ടനാണ് ക്രോക്കഡൈൽ മീറ്റ് വളരെ ഇഷ്ടപ്പെട്ടത്. തായ്ലൻഡിൽ പോയ എന്തായാലും മസ്റ്റ് ട്രൈ ഐറ്റമാണ് ക്രോക്കഡൈലിന് ആൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായിട്ട് സെറ്റായി ഓക്കെയാണ്. പിന്നെ ഞാനും ജിജമ്മയും കുഞ്ഞനും ഒന്നും കഴിച്ചില്ല. ഞങ്ങൾക്ക് എന്തോ ഒരു അറപ്പൊക്കെ ഉള്ള കാരണം ഞങ്ങൾ കഴിച്ചില്ലായിരുന്നു. പിന്നെ വേറെ കുറച്ച് വിയേർഡ് ഫുഡ്സാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുട്ട, നമ്മുടെ കോഴിമുട്ടയില്ലേ, ആ മുട്ട അവർ ആ ചാർക്കോളിൽ ഇട്ടിട്ട് ശരിക്കും ചുട്ട് തരും. അതാണ് സംഭവം. ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിലും ഞങ്ങൾ ട്രൈ ചെയ്തില്ല. പിന്നെ വേറൊരു സംഭവമാണ് കണ്ടത്. ഉണ്ണിയപ്പം ചട്ടി പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെയാണ് ഇവരിത് കുക്ക് ചെയ്ത് നമുക്ക് തരുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ ട്രൈ ചെയ്തായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ക്രാബ് മീറ്റാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. അതിൻ്റെ തന്നെ സ്റ്റാർ ഫിഷ് അങ്ങനെ കുറേ സംഭവങ്ങൾ ഇട്ടിട്ട് നമുക്ക് തരും. നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷെ ഇതിന് പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തോ ഒരു ടേസ്റ്റ്, എന്നാൽ അത്രയ്ക്ക് മോശമാണെന്ന് പറയാനും പറ്റില്ല. പിന്നെ ഞങ്ങളിതേ ഒരു ഫ്രൂട്ട് മാർക്കറ്റിലേക്കാണ് പോയത്. അവിടെ വെറൈറ്റി ഒരു ഫ്രൂട്ട് കണ്ടായിരുന്നു. സ്നേക്ക് ഫ്രൂട്ട് എന്നാണ് ഈ ഫ്രൂട്ടിനെ പറയുന്ന പേര്. ഒരു പാമ്പിൻ്റെയൊക്കെ സ്കിന്നിൻ്റെ ആ ഒരു രൂപത്തിലിരിക്കുന്ന കാരണമാണ് അതിന് ആ പേര് വന്നത്. അപ്പം ഞങ്ങൾ അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി. പിന്നെ ബാക്കി എല്ലാവരും നമ്മുടെ നാട്ടിലുള്ള ഫ്രൂട്ട്സൊക്കെ തന്നെയാണ്. അത് മാങ്കോസ്റ്റീൻ, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, മാംഗോണ് ഇവിടുത്തെ മെയിൻ സംഭവം. അപ്പോൾ ഈ കടയിലെ പയ്യൻ നമ്മളായിട്ട് വളരെ കമ്പനി ആയിരുന്നു. അപ്പോൾ അവൻ നമുക്കൊരു ഫ്രൂട്ട്, നല്ല പഴുത്ത ഫ്രൂട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ തന്നായിരുന്നു. ഈ ഫ്രൂട്ടിന് എന്താ പറയുക, ഒരു പുളിയൊക്കെ ആയിട്ട് ഒരു വേറെ ടേസ്റ്റ്, നല്ല പുളി ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ്. എനിക്കത് കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അമ്മ അവിടെ ചെന്നപ്പോൾ ആ പയ്യനായിട്ട് നല്ല ക്ലോസ് ആയിരുന്നു, നല്ല വർത്താനം. അവൻ വേറെ ഭാഷയാണ്, തായ്ലൻഡാണെങ്കിലും അറിയാവുന്ന ആംഗ്യങ്ങളും ഭാഷകളൊക്കെ വെച്ചിട്ട് അവർ രണ്ടുപേരും നല്ല കണക്റ്റഡായി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ മുന്തിരിയുടെ ഒക്കെ വലുപ്പം കണ്ടോ, നല്ല വലിയ മുന്തിരികളാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് സെലക്ട് ചെയ്തത് പയ്യൻ്റെ അടുത്ത് കട്ട് ചെയ്യാനായിട്ട് കൊടുത്തു. ഇവിടെ വന്ന മെയിൻ നമുക്ക് ഫ്രൂട്ട്സാണ്. നമുക്ക് ഫ്രൂട്ട്സ് എത്ര തിന്നാലും നമുക്ക് മതിയാവില്ല. അങ്ങനെ ഫ്രഷ് ഫ്രൂട്ട്സ് ആയിരുന്നു. അത് നമുക്ക് വേണ്ട രീതിയിൽ കട്ട് ചെയ്ത് പീസസൊക്കെ ആയിട്ട് ഓരോ ബാഗുകളിലൊക്കെ ആക്കി തന്നായിരുന്നു. പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്ത വേറൊരു ഐറ്റമാണ് സ്റ്റാർ ഫ്രൂട്ട്. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കഴിക്കുന്നത്. എനിക്ക് അതിൻ്റെ ടേസ്റ്റൊന്നും അറിയില്ലായിരുന്നു. ട്രൈ ചെയ്തു, പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ നാട്ടിലെ ഇരുമ്പുളി അങ്ങനത്തെ ഒരു പുളി കഴിക്കില്ലേ, ആ പുളിയൊക്കെ കഴിക്കണ ഒരു ടേസ്റ്റായിരുന്നു. പിന്നെ അതേപ്പോഴേക്കും ഇവൻ നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞ് നല്ല ക്ലോസ് ആയിരുന്നു. അപ്പോൾ പുള്ളിയുടെ പാരൻസ് കേരളയിലുണ്ട്, ഇന്ത്യയിലുണ്ടെന്നൊക്കെയാണ് ആൾ പറഞ്ഞത്. പക്ഷെ പറഞ്ഞും പിടിച്ചും ലൊക്കേഷനൊക്കെ നോക്കി വന്നപ്പോൾ ആൾ പറയുന്ന സ്ഥലം വേറെ എന്തോ ആയിരുന്നു, വേറൊരു കൺട്രി തന്നെ വേറെയായിരുന്നു. അപ്പോൾ ആൾ ഉദ്ദേശിച്ചത് അതാണ് ഇന്ത്യ എന്നുള്ള രീതിയിലായിരുന്നു. സോ ഞങ്ങൾ അതെല്ലാം തിരുത്തി കൊടുത്തായിരുന്നു. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ പാൻ കേക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു മാംഗോ ചോക്ലേറ്റ് പാൻ കേക്കാണ് പറഞ്ഞത്. അത് കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് ഓൾറെഡി പാൻ കേക്ക്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് മാംഗോ ചോക്ലേറ്റ് ഒക്കെ ഇട്ട ആ ഒരു പാൻ കേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ സിസ്റ്ററിനൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഞാൻ തന്നെയാണ് ഭൂരിഭാഗവും അത് അകത്താക്കിയത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിത് വീണ്ടും കാഴ്ചകൾ കാണാനും ഫുഡ് ടേസ്റ്റ് ചെയ്യാനായിട്ട് നടക്കുവാണ്. അപ്പം അങ്ങനെ നടന്നപ്പോഴാണ് തവള കുട്ടന്മാരെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി സെറ്റാക്കി വെച്ചേക്കുന്നത്. ഓരോ ഫ്രോഗിന് 150 ബാത്താണ്. ഞങ്ങൾ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചെങ്കിലും പിന്നീട് ട്രൈ ചെയ്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി നൈറ്റ് ആയപ്പോൾ ഒരു 1 o'clock ഒക്കെ ആയി തോന്നുന്നു. ഞങ്ങൾ വീണ്ടും പബ് ഏരിയയിലേക്ക് ഇറങ്ങി.
അവിടെ ചെന്നപ്പോൾ ഒന്നും കൂടി നല്ല രീതിയിൽ ഓണായിട്ടിരിക്കുകയായിരുന്നു നമ്മുടെ ബാറ് കാര്യങ്ങളൊക്കെ. അപ്പം ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഒരു ബാറിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ നല്ല സുന്ദരിമാരായ പെൺപിള്ളേരൊക്കെ നിന്നിട്ട് നമ്മൾ ആകർഷിക്കുന്ന രീതിയിൽ ഡാൻസും കാര്യങ്ങളും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വേറെ കുറേ കാര്യങ്ങളും അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ കോക്ടെയിലൊക്കെ വാങ്ങി ചെറുതായിട്ടൊക്കെ അവിടെ നിന്ന് കഴിച്ചു. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടൊക്കെയാണ് നമ്മുടെ റൂമിലേക്ക് തിരിച്ചു പോയത്. നൈറ്റ് കുറച്ചും കൂടി കഴിയുമ്പോഴാണ് ഇത് ഫുൾ ഓണായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്, സീ യു.